നല്ല പടം നല്ല പടം. നന്നായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഓർമ്മ കൂടി ഉണ്ട്, അടുത്ത പാട്ടും കൂടി ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. നല്ല മൂവിയായിരുന്നു, സൂപ്പർ മൂവിയാണ്, നല്ല കോമഡി, ത്രൂഔട്ട് കോമഡിയാണ്. ഷാജിയുടെ തകർത്തു, വിനായകൻ തകർത്തു, പിന്നെ സൂപ്പറായിട്ട് നല്ല മൂവിയാണ്. കുഴപ്പമില്ല, കണ്ടിരിക്കാം. രാജ്യം തകർത്തു, ചൈജു കുറിപ്പ് ചെയ്തിട്ടുണ്ട്, കണ്ടിരിക്കാം. പ്രൊഡ്യൂസറിന്റെ ആക്ഷൻ സൂപ്പർ. എത്ര കണ്ടാലും മതി വരാത്ത അടിപൊളി മൂവി. എത്ര കണ്ടാലും മതി വരാത്ത അടിപൊളി മൂവി. സൂപ്പർ സൂപ്പർ. ഒരു കുഴപ്പമില്ല, ഒരു യൂണിവേഴ്സായിട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇത് ഇവിടെ ഒന്നും നിൽക്കുന്നില്ല. ഇത് 3 ആകും 4 ആകും 5 ആകും, ഏതായാലും അതിനുള്ള കഥ കാണിക്കുന്നുണ്ട് അവസാനം. കുഴപ്പമില്ല കേട്ടോ. എന്ന് വെച്ചാൽ അവസാനത്തെ മേക്കിക്ക് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് നല്ല ഇൻ്റർവെൽ വരെ ഒരു ചെറിയൊരു മപ്പമ്മനായിരുന്നു, പക്ഷേ അവസാനത്തെ സീനിലൊക്കെ നമുക്ക് ഭയങ്കര പ്രതീക്ഷ നൽകുന്നുണ്ട് കേട്ടോ. നല്ലൊരു അടുത്ത ഭാഗത്തിന് വേണ്ടിയിട്ടുള്ളത്. ഏതായാലും 3, 4, 5 ഒക്കെ കാണുന്ന ഉറപ്പ് കേട്ടോ. ഷാജിയേട്ടൻ തൂക്കി, പടം തൂക്കി. അവസാനത്തെ സീനിൽ ഷാജിയുടെ പടം തൂക്കി. ഒരു കൽക്കിയുടെ ഒക്കെ സീനാണ് ലാസ്റ്റ് കണ്ടത് കേട്ടോ. അടിപൊളി, കുഴപ്പമില്ല, നല്ലതായിരുന്നു, നന്നായിരുന്നു. പടം നല്ല പടമായിരുന്നു. ജയസൂര്യ അടിപൊളിയായിരുന്നു, എല്ലാവരും അടിപൊളിയാണ്. കോമഡിയൊക്കെ വർക്കൗട്ടായിട്ടുണ്ട്. കൊള്ളായിരുന്നു. ഒരു നമ്മുടെ ആട് സീരീസിനോട് നീതി പുലർത്തിക്കൊണ്ട് നല്ലൊരു സിനിമ തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഇഷ്ടപ്പെട്ട്, അതായത് പെട്ടെന്ന് തീർന്നു പോയ പോലെ തോന്നി. ഇത്രയും ലാഗിൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് ഒരു ഹുക്കിട്ടാൻ നിർത്തിയേക്കുന്നത് നെക്സ്റ്റ് പാർട്ടിന് വേണ്ടിയിട്ട്. ഒരു ഫുള്ളാക്കിയിട്ടില്ല അവർ. കാത്തിരിപ്പുകളാണ്, അതാണ് ഇനി പ്രശ്നം. ഇനി എന്താവെന്ന് അറിയില്ലാത്തതിൻ്റെ ഒരു കാത്തിരിപ്പാണ്. നല്ല സിനിമയായിരുന്നു. ടോട്ടല് നല്ല മൂവിയായിരുന്നു. തിയേറ്റർ വാച്ചാണ്. അവസാനം ഒരു അൺപ്രഡിക്റ്റഡ് ആയിട്ട് ഇഷ്ടപ്പെട്ട നല്ല സിനിമ. തീയിട്ട് പൊളിച്ച് അടിച്ചു പൊളിച്ച്. തൂക്കി സൂപ്പർ കോമഡി കൊള്ളാം. ധർമ്മനം കളിക്കിട്ടുണ്ട്. നേരത്തെ കണ്ടത് അത് കണ്ടു. കൊള്ളാം കുഴപ്പമില്ല. നല്ല പടമാണ്, അടിപൊളി പടമാണ്. നന്നായിട്ട് കണക്ട് ആവുന്നുണ്ട് നമുക്ക് എല്ലാം കൊണ്ടും. ഫാന്റസിയും കാര്യങ്ങളും കോമഡിയും എല്ലായിട്ടൊക്കെ കണക്ട് ആവുന്നുണ്ട് നന്നായിട്ട്. നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. വേറൊരു മോഡലിലേക്കാണ് പോകുന്നത്. അപ്പം ഇനിയിപ്പോൾ നമുക്കിപ്പോൾ കത്തനാരൊക്കെ വരുമ്പോൾ അതുമായിട്ട് നന്നായിട്ട് കണക്ട് ആക്കാൻ പറ്റുന്നുണ്ട് നമുക്കെല്ലാം. പടം ആസ് എക്സ്പെക്റ്റഡ് കിടക്കി. ലാസ്റ്റ് ആയപ്പോൾ ഇത്തിരി ടൈം ട്രാവൽ കൺസെപ്റ്റിലേക്ക് പോകുമെങ്കിലും ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്ന രീതിയിൽ അവസാനിപ്പിച്ചിരിക്കാം. പടം കിടുവാണ്, ഒരു ഷോർട്ട് ഹിറ്റ്. കലക്കി. ഷാജി പാപ്പൻ്റെ ടീം മൊത്തം കലക്കി എന്ന് പറയാം. സൂപ്പർ, നല്ല മൂവിയാണ്. ടോട്ടലി കൊള്ളാം. കുറച്ചും കൂടെ വെറൈറ്റി കോൺസെപ്റ്റ് ആയിരുന്നു ഇപ്രാവശ്യം. അടിപൊളിയായിരുന്നു. നല്ല ഫാമിലി എന്റർടൈൻമെന്റ് ആയിരിക്കും. നല്ലായിരുന്നു ഓവറോൾ ഉണ്ട്. അത് അധികമില്ല, കുറച്ചേ ഉള്ളൂ. ഇനി നെക്സ്റ്റിലായിരിക്കും കൂടുതലും. അവിടെ ജസ്റ്റ് പറഞ്ഞു പോകുന്നു. സൂപ്പർ ഷോ, അടിപൊളിയായിരുന്നു. ഡൂഡ് കലക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡൂഡിൻ്റെ ക്യാരക്ടറാണ്. നല്ല രസമുണ്ടായിരുന്നു. ആ ടൈം ട്രാവൽ ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. നല്ല രസമുണ്ടായിരുന്നു. ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു സിനിമ കാണുന്നതിന് വേണ്ടിയിട്ട്. അത് എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു പടത്തിന്. അടിപൊളി പോവുക. സൂപ്പർ, മസ്റ്റ് വാച്ച്. ഉണ്ട്. ഒരു ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല, ഇങ്ങനെ ഒരു കഥയായിരിക്കും എന്ന് വിചാരിച്ചില്ല. 2 കാലഘട്ടം വളരെ നന്നായിട്ട് തന്നെയാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടു.